പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ GK പാർട്ടും സയൻസ് പാർട്ടുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ആൻസർ ഡി ആണ്, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ആൻസർ ബി, ആനന്ദമഠം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത്? ആൻസർ സി, ഗാന്ധിജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ആൻസർ എ, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? ആൻസർ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് കണ്ടെത്തുക? ആൻസർ ഡി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആൻസർ സി ആണ്. 1, 2, 4 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത. ഏതൊക്കെയാണ്? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ആൻസർ ബി ആണ്, പാർലമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഭ സഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. ആൻസർ ബി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നിവ മൗലികാവകാശങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ എ, പ്ലേറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആൻസർ എ, ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക? ആൻസർ ഡി ആണ്, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു എന്നുള്ളത് രാമകൃഷ്ണ പിള്ളയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ആൻസർ എ, തിരുവിതാംകൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്ന്? ആൻസർ ബി, 1924 നവംബർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെ? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ആൻസർ സി, 18ാമത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരെ? ആൻസർ ബി, ധർമ്മേന്ദ്ര പ്രധാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ്
കരാറിൽ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗവൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ആൻസർ സി ആണ്. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന ക്രമമനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ആൻസർ എ ആണ്. ഇത് ക്രമത്തിൽ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കു ശാലകളും അവ രൂപീകരിക്കുവാൻ സഹായിച്ച രാജ്യങ്ങളുമായി താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡിയത്? ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കലെ ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. ആൻസർ ഡി ആണ്. അതായത് ബൊക്കാറോ ഫ്രാൻസ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1951 to 56 ആണ് പദ്ധതിയുടെ കാലയളവ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ആൻസർ ബി ആണ്. 1, 3, 4 എന്നിവ. കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് 1-ാം പഞ്ചവത്സര പദ്ധതി. 51 മുതൽ 56 ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. വ്യാവസായികത്തിന് നേതൃത്വം നൽകിയത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ബി, ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ എ, സുമൻ ബെറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? ആൻസർ ഡി, 2023 ഓഗസ്റ്റ് 23-ന്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. പത്കായിബും, മിസോ കുന്നുകൾ, ഹിമാദ്രി, ഗാരോ ഖാസി കുന്നുകൾ. ആൻസർ സി ആണ്. 1, 2, 4 പത്കായിബും, മിസോ കുന്നുകൾ, ഖാസി, ഗാരോ കുന്നുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും വഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കൂടുതൽ. ആൻസർ സി ആണ്. 2ഉം 4ഉം ആണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലാണ് ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെട്ടതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ശരിയായതാണ് കണ്ടെത്തേണ്ടത്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഏകദേശം 200 ദ്വീപുകൾ ആൻഡമാനിലുണ്ട്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കാണ്ട്ല, നെവാഷേവ, പാരദ്വീപ്, ഹാൽദിയ. ആൻസർ ഡി ആണ്. പാരദ്വീപും ഹാൽദിയയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ആൻസർ എ ആണ്, കൃഷ്ണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാല്, തൃശൂർ, ചീയപ്പാറ,
പത്തനംതിട്ട, പാലരുവി, കൊല്ലം, തുഷാരഗിരി, കോഴിക്കോട്. ആൻസർ ബി ആണ്. ചീയപ്പാറ, പത്തനംതിട്ട എന്നിവയാണ് എന്നതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വെമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ ബി ആണ്. 1, 2, 4 ആണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളത്. പിന്നെ എന്താണ്? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട്. ആൻസർ ബി ആണ്. 2, 4 ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ആൻസർ എ ആണ്. 1 മാത്രമാണ് ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? KT ഇർഫാൻ, സിനി ജോസ്, ജിമ്മി ജോർജ്, അഞ്ജു ബോബി ജോർജ്. ആൻസർ സി ആണ്. 1, 2, 4 ആണ്. KT ഇർഫാനും സിനി ജോസും പിന്നെ എന്താണ്? അഞ്ജു ബോബി ജോർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. അൽസെഫെഡ് ആരംഭിച്ച വർഷം 1984. അൽസെഫെഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. യോജിക്കാത്ത പ്രസ്താവന. ആൻസർ ഡി ആണ്. 2, 3 ആണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി എന്നുള്ളതും കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നുള്ളതുമാണ് യോജിക്കാത്ത പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ എ, പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ആൻസർ സി, പത്തനംതിട്ട. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? ആൻസർ സി, ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ആൻസർ ഡി, 2023 ഓഗസ്റ്റ് 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? SK വസന്തൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? ആൻസർ എ, കെടാവിളക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? ആൻസർ സി, വിരാട് കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെണ്ണൽ പ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ആൻസർ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ആൻസർ സി ആണ്, സർദാർ പട്ടേലും VP മേനോനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ആൻസർ ബി ആണ്, നെല്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ISRO സ്ഥാപിതമായ വർഷം 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? ആൻസർ ബി, കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ എ, ബീഹാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ആൻസർ ഡി, 107. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? ആൻസർ സി, ആദിത്യ L1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയില് അല്ലെ? സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. ചെവിയിൽ 3 തരം അസ്ഥികളുണ്ട്: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതിൽ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുതുള്ളത്, അത് ചെവിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത. പിന്നെന്താണ്? ബെറിബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. 1, 4 എന്നുള്ളത് ശരി എന്നുള്ളതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ആൻസർ എ, പൊക്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? 1ാമത്തെ ട്രോപിക് തലം ഏതാണ് ഉണ്ടാവുക? ഉൽപാദകരാണ് അല്ലെ? സസ്യങ്ങളാണ് ഉൽപാദകരായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുക കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാരെ? ആൻസർ ഡി, അരുൺ അലോഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ആൻസർ എ, BARC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ആൻസർ എ ആണ്. 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. താപത്തിന്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഡി ആണ്, ബലം പാസ്കൽ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബലം ഏതിലാ പറയാ? ന്യൂട്ടണിലാണ് പറയാ. അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ്. ഏതാണ് അലുമിനിയത്തിന്റെ ധാതു? ക്രയോലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക്കിന്റെ ഉദാഹരണം അല്ലാത്തത് ഏത്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ആൻസർ സി ആണ്. ദീർഘദൃഷ്ടിയും പിന്നെന്താണ്? വെള്ളെഴുത്തും ആണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ
മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ആൻസർ ബി ടോവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ നഗരം? ആൻസർ സി കോയമ്പത്തൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളിൽ ശരിയായതേത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ആൻസർ എ ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നു. കോളറ എന്താണ്? മലിനജലത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. പിന്നെന്താണ്? ചിക്കൻ ഗുനിയ എന്താണ്? കൊതുക് പരത്തുന്നതാണ് ചിക്കൻ ഗുനിയ, അല്ലെ? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത്? ആൻസർ സി മലമ്പനി. ശരിയായ ജോഡി ഏത്? ക്ഷയം, BCG, ടെറ്റനസ്, OPV, ഡിഫ്തീരിയ, MMR, പോളിയോ, DPT. ആൻസർ എ ആണ്. ഒന്ന് മാത്രം ശരിയാണ്, ക്ഷയം, BCG എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? ആൻസർ ബി ഇരുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ആൻസർ ഡി ഹീമോഫീലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. മൃതസഞ്ജീവനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സി കുഷ്ഠം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? നിപ്പ വൈറസ്. നിപ്പ എന്താണ്? ഏത് കൂടെയാണ്? വവ്വാല് കൂടെയാണ് പരത്തുന്നത്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേത്? ആൻസർ ഡി വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആൻസർ സി അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? ആൻസർ എ വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ആൻസർ സി മെഡിസെപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര്? ആൻസർ സി പൊൻവാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? ആൻസർ ഡി മോഹൻലാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മാത്സ് പാർട്ട് നമ്മൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ളത് നമ്മുടെ ചാനലിൽ വർക്ക്ഡ് ഔട്ട് ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.